عليكم ورحمة الله وبركاته. الحمد لله وحده، الصلاة والسلام على من لا نبي بعده. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين رب العالمين. സത്യവിശ്വാസികൾ, ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു ഇബ്രാഹിം അൽ ഹമദ് ഹഫിളഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഒരു റിസാല മിൻ അഖ്താഇൽ അസ്വാജ് എന്നുള്ളത് നമ്മൾ 5 ദർസുകളിലായിട്ട് മനസ്സിലാക്കിയിരുന്നു. ഇൻഷാ അല്ലാഹ് നമ്മൾ കഴിഞ്ഞ ദർസിൽ പറഞ്ഞതുപോലെ ഇനി അതേ ഷെയ്ഖിന്റെ തന്നെ മിൻ അഖ്താഇൽ അസ്വാജ് ഭർത്താക്കന്മാരുടെ അബദ്ധങ്ങൾ, മിൻ അഖ്താഇൽ സൗജാത്ത് ഭാര്യമാരുടെ അബദ്ധങ്ങൾ എന്നുള്ളത്. പ്രധാനമായിട്ടും സ്ത്രീകളാണ് കേൾക്കേണ്ടത്. അപ്പോ പിന്നെ മിൻ അഖ്താഇൽ സൗജാത്ത് ഞാൻ പറഞ്ഞെന്തോ തെറ്റി വന്നു. മിൻ അഖ്താഇൽ സൗജാത്ത് ഭാര്യമാരുടെ അബദ്ധങ്ങൾ എന്നുള്ളതിൽ നമ്മൾ തുടങ്ങുകയാണ് ഇൻഷാ അല്ലാഹ്. അതിലൊന്നാമത്തേത് അൽ മുബാലഗതു ഫി തതല്ലുബിൽ കമാൽ. ഷെയ്ഖ് ഭാര്യമാരുടെ അബദ്ധങ്ങൾ എന്നുള്ളതിൽ ഒന്നാമതായി പറയുന്നത് പൂർണ്ണതയെ, ഒരു പെർഫെക്ഷനെ ആഗ്രഹിക്കുക, അല്ലെങ്കിൽ അതിനോടുള്ള പ്രതീക്ഷ ഉണ്ടാവുക എന്നുള്ളത് സ്ത്രീകൾക്ക്. അതായത് നാം പറഞ്ഞ വിഷയങ്ങൾ കഴിഞ്ഞ ദർസുകൾ കേട്ടവർക്കറിയാം. ഒരു കുടുംബ ജീവിതത്തിൽ ഇസ്ലാമികമായിട്ടും അതുപോലെ തന്നെ അല്ലാത്ത രീതിയിലും പരസ്പരമായിട്ടുള്ള വേണ്ട ബന്ധങ്ങളും എല്ലാം എങ്ങനെയായിരിക്കണം എന്നുള്ളതും അതിൽ വരുന്ന അബദ്ധങ്ങളുമാണ് നാം ചർച്ച ചെയ്തത്. അപ്പൊ ഇവിടെ വിവാഹിതരാകുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ വിവാഹിതരായ സ്ത്രീകൾ, അവരിലെ അബദ്ധങ്ങളിൽ ഒന്നാമത്തേത് പറയുന്നത് പൂർണ്ണതയെ, കമാലിയത്തിനെ തേടുക എന്നുള്ളത്, ആഗ്രഹിക്കുക എന്നുള്ളത്. ഇത് പ്രത്യേകിച്ചും വിവാഹിതരാകാൻ പോകുന്ന പെൺകുട്ടികൾക്ക് കൂടുതൽ ഉപകാരപ്പെടുന്നതായിരിക്കും. അതായത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു വിവാഹത്തിലേക്ക് കടക്കുന്ന സ്ത്രീകൾ, പെൺകുട്ടികൾ, അവർക്ക് ഒരുപാട് സ്വപ്നങ്ങളായിരിക്കും. ഒരുപാട് വിവാഹ ജീവിതത്തെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടുകളും ചിന്തകളും ഒരുപാട് സ്വപ്നങ്ങളുടെ മേലെ കെട്ടിപ്പടുത്തതായിരിക്കും. അവരൊരു വിഷമവുമില്ലാത്ത, ഭർത്താവിന്റെ ഒപ്പമുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ജന്നത്തുൽ ഫിർദൗസിൽ സ്വർഗത്തിലെ ജീവിതം പോലെ ഒരു സങ്കടവുമില്ല, ഒരു പ്രശ്നവുമില്ല, എപ്പോഴും നല്ല സന്തോഷമായിട്ടിരിക്കുന്ന ആ ഒരു അവസ്ഥ എന്നുള്ള നിലയ്ക്ക് പല സ്ത്രീകളും വിവാഹത്തിലേക്ക് കടക്കാറുണ്ട്. എന്നാൽ അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് പലപ്പോഴും മനസ്സിലാക്കാറില്ല. ഇതിനുള്ള കാരണമായിട്ട് ഇതിൽ ഷെയ്ഖ് എടുക്കുന്ന ചില കാര്യങ്ങൾ, ഒന്നാമത് വഅഫ് തർബിയ, ആ പെൺകുട്ടിയെ വളർത്തുന്നതിൽ തർബിയത്ത് കൊടുക്കുന്നതിൽ മാതാപിതാക്കൾക്ക് പറ്റുന്ന പാളിച്ചകൾ. അതായത് ഒരു പെൺകുട്ടിയെ വളർത്തി വലുതാക്കുമ്പോ ആ കുട്ടി വേറൊരു ആളുടെ ഭാര്യയായി ജീവിക്കേണ്ടതാണ്, വേറൊരു കുടുംബത്തിലേക്ക് പോകേണ്ടതാണ്. അതിനെക്കുറിച്ചും വിവാഹ ജീവിതത്തിനെ കുറിച്ചുമുള്ള തർബിയത്ത് കൊടുക്കുന്നതിൽ പാളിച്ച. മറ്റ് ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹത്തെ കുറിച്ചിട്ടുള്ള ജഹ്ല്, വൈവാഹിക ജീവിതത്തെ കുറിച്ചിട്ടുള്ള അറിവില്ലായ്മ, ജഹ്ല് എന്നുള്ളത്. മറ്റൊന്ന്, ഇതിൽ ഏറ്റവും വലിയൊരു കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ഭാര്യമാർക്ക് വിവാഹ ജീവിതത്തിനെ കുറിച്ചുള്ള ചിന്ത ഒരു ഫാന്റസി ആവാനുള്ള കാരണം നാം ഭർത്താക്കന്മാരുടെ പറഞ്ഞതുപോലെ തന്നെ അവര് കാണുന്ന ഈ സിനിമകൾ, അതുപോലെ സീരിയലുകൾ, അതുപോലെയുള്ള കാര്യങ്ങൾ. നമ്മുടെ കുട്ടികളൊക്കെ എങ്ങനെയെങ്കിലും അതിനോടൊക്കെ ഒരു തവണയെങ്കിലും ഒന്ന് കാണാതെ ഇതാവാതെ വരുന്നില്ല. ഒരു ചെറുപ്പത്തിലൊക്കെ പല സൗകര്യങ്ങളിലൂടെ അവർ അറിയുന്നുണ്ട്. ഇതിലൂടെ ഇവരുടെ മനസ്സിൽ വരുന്ന ചിന്തകളുണ്ട്. അതായത് ഒരു സിനിമയാവട്ടെ, സീരിയലുകളാവട്ടെ, അങ്ങനെ പലതും ആവട്ടെ. ഇപ്പൊക്കെ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദി സീരിയലുകളിലൊക്കെ പെൺകുട്ടികൾ ഒരുപാട് അഡിക്റ്റ് ആവണതാണ്. ഹിന്ദി സീരിയലുകൾ, അതിലിങ്ങനെ കുടുംബജീവിതവും അവര് ജീവിക്കുന്നതും പ്രണയവും അതും ഇതൊക്കെ കാണുമ്പോ ഇതാണ് യഥാർത്ഥ ജീവിതം എന്നുള്ളൊരു തെറ്റിദ്ധാരണ, അതാണ് എന്റെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് അവരങ്ങോട്ട് വിചാരിക്കും. എന്നിട്ട് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോഴാണ് കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയും മറ്റു കാര്യങ്ങളെയും കാണുമ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ അവരുടെ മനസ്സ് തീരെ തയ്യാറായിട്ടുണ്ടാവില്ല. ഇന്നത്തെ കാലത്ത് വലിയൊരു അപകടം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളുടെ ഇടയിൽ പിന്നെ പലപ്പോഴും വ്ലോഗുകളാണ്, വ്ളോഗുകൾ, യൂട്യൂബ് വ്ളോഗുകൾ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്,
സിനിമ എന്തുകൊണ്ടാണോ ഹറാമ് എന്ന് പറയുന്നത് അതിന്റെ ഒരുവിധം എല്ലാ വശങ്ങളും വ്ളോഗിനും ബാധിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, സിനിമ എന്തുകൊണ്ടാണ് ഹറാമ്? അന്യ സ്ത്രീ പുരുഷന്മാർ ഇടപഴകുന്നത്, സംഗീതം, അഭിനയം, അതുപോലെ ഔറത്ത് കാണിക്കല്, ഇതൊക്കെ കാരണങ്ങൾ. ഇന്നത്തെ ഒരുവിധം വ്ളോഗുകളിൽ ഈ പിന്നെ അടുക്കളയിൽ ഓരോന്നുണ്ടാക്കുന്നത് മാത്രമല്ല, ബാക്കിയുള്ള ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ അല്ലെങ്കിൽ വേറെ അതിലൊക്കെ ഇത് തന്നെയാണ് കാണിക്കുന്നത്. പിന്നെ എങ്ങനെ അത് ഹലാലാവുന്നത്? അതെങ്ങനെ ഹലാലാവുന്നത്? ഞാൻ എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. എന്നാൽ അത് തന്നെ അതുപോലെയുള്ള ഓരോ കുടുംബ ജീവിതങ്ങൾ ഈ യൂട്യൂബ് വ്ളോഗുകളൊക്കെ കണ്ടിട്ട് നമ്മുടെ കുട്ടികളൊക്കെ സ്വപ്നം കാണാം, അതുപോലെ ആയിരിക്കും എന്റെയും ജീവിതം, എന്റെയും ഭർത്താവ് അങ്ങനെയായിരിക്കും. സത്യത്തിൽ അവരഭിനയിക്കുകയാണ്. അവര് ക്യാമറയ്ക്ക് മുമ്പിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവര് ആഗ്രഹിക്കുന്ന ഒരു ജീവിതം അഭിനയിച്ച് കാണിക്കുകയാണ്. യാഥാർത്ഥ്യം അതാവില്ല. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് അതൊന്നും മനസ്സിലാവൂല. അപ്പൊ നാം പറഞ്ഞത്, ഇതുപോലെയുള്ള ചിന്തകളും അതുപോലെയുള്ള ഓരോ ഫാന്റസി വേൾഡിൽ ജീവിക്കുന്ന ഈ പെൺകുട്ടികൾ അവർ വിവാഹത്തിലേക്ക് കടക്കുമ്പോ സ്വാഭാവികമായിട്ടും ഒരു കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകും. ഒരിക്കലും ഞാൻ പെൺകുട്ടികളോട് പ്രത്യേകം പറയുന്നു, നിങ്ങൾ വിവാഹം കഴിച്ചു പോകുന്ന പൂർണ്ണമായ ഒരു വിഷമോ ഒരു ഇതുമില്ലാത്ത ഒരവസ്ഥ ഒരിക്കലും കിട്ടൂല. ദുനിയാവ് അതിനുള്ളതല്ല. ദുനിയാവിൽ ഒരിക്കലും പൂർണ്ണത ഒന്നിനും കിട്ടൂല. വിഷമങ്ങളും സന്തോഷങ്ങളും അതുപോലെ സങ്കടങ്ങളും എല്ലാം കൂടി അതിൽ വിഷമത്തിൽ ക്ഷമിക്കുകയും സന്തോഷത്തിൽ ശുക്ർ കാണിക്കുകയും, അങ്ങനെയാണ് ദുനിയാവിന്റെ ഒരു രീതി. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ച ലക്ഷ്യവും അതിന്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളും. അപ്പോ നമ്മൾ ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഒരിക്കലും ഈ ഒരു അമിത പ്രതീക്ഷ, ഈ ഒരു പെർഫെക്ഷൻ, ഒരു പിന്നെ ഇപ്പൊ ഇത് ഞാൻ പറഞ്ഞതുപോലെ ഈ കണ്ടും കേട്ടും കാണുന്ന കാര്യങ്ങളെ പോലെ ഒരു ജീവിതം ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അതാദ്യം എന്റെ സഹോദരിമാര് മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം ഒരുപാട് സഹോദരിമാർ ഈ ഒരു സ്വപ്നത്തിൽ പിന്നെ അവർക്ക് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോഴാണ് ജീവിതം എന്താണെന്ന് അവർക്ക് മനസ്സിലാവുക. അപ്പൊ മാതാപിതാക്കളോട് ഇത് കേൾക്കുന്ന മാതാപിതാക്കളോട് പറയുന്നത്, വളർത്തുന്ന പെൺകുട്ടികളെ വരും കാലത്തിൽ ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കി കൊടുക്കണം. ഒരു ധാരണ അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നുള്ളത്. അപ്പോ അത് ഒന്നാമത്തെ വിഷയം. പൂർണ്ണതയെ തേടൽ, പൂർണ്ണ സന്തോഷം ഉണ്ടാവും എന്നുള്ളൊരു ചിന്തയിൽ വിവാഹ ജീവിതത്തിലേക്ക് കിടക്കൽ. രണ്ടാമത്തേത് ഭർത്താവിന്റെ മാതാപിതാക്കളോട് അവരെ പരിഗണിക്കുന്നതും അവരോടുള്ള ബാധ്യതകൾ നിറവേറ്റുന്നതിലുമുള്ള കുറവ്. നമുക്കറിയാം ഒരുപാട് കുടുംബങ്ങളിൽ ഒരു പുരുഷൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ സ്വന്തം ഭാര്യയും സ്വന്തം ഉമ്മയും തമ്മിൽ ഒരു നല്ലൊരു ബന്ധം ഉണ്ടാവാതിരിക്കുക എന്നുള്ളത്. നല്ലൊരു ബന്ധത്തിൽ സന്തോഷത്തിൽ മുന്നോട്ട് പോവുക. അവർ തമ്മിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഒരുപാട് പുരുഷന്മാരെ പല ചിന്തകളിലായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ സ്ത്രീകളോടാണ്, ഭാര്യമാരോടാണ്. ഭാര്യമാരുടെ മേലെ ബാധ്യതയാണ് ഭർത്താവിനെ ഇക്രാം ചെയ്യുക എന്നുള്ളത്. ഭർത്താവിനെ ബഹുമാനിക്കലും ആദരിക്കലും ഭർത്താവിനെ അനുസരിക്കലും എല്ലാം. അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഭർത്താവിന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുക, അവർക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ വകവെച്ച് കൊടുക്കുക എന്നുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ സഹോദരിമാരോട് പറയട്ടെ, വിവാഹത്തിന് ശേഷം ഉള്ളവരും വിവാഹം കഴിക്കാൻ പോകുന്നവരും ഇത് കേൾക്കുന്നവരൊക്കെ, ഇനി നമുക്കറിയാം ഭർത്താവിന്റെ ഉമ്മയെയും ഉപ്പയെയും സ്വന്തം ഉമ്മാനെയും ഉപ്പാനെയും കാണാൻ പോലെ പറ്റില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കാരണം അത്രയൊരു ബന്ധമൊന്നും കിട്ടൂല. പക്ഷേ ഭർത്താവിനോടുള്ള കടമകൾ പൂർത്തിയാക്കാൻ അവരോട് ആ രീതിയിൽ പെരുമാറിയാലും കണ്ടേ പറ്റുള്ളൂ, അല്ലെങ്കിൽ വലിയ അപകടമാവും. ഈ വിഷയത്തിൽ സാധാരണ കാണുന്ന ചില അബദ്ധങ്ങളാണ്. ഒരു കാര്യം, ഈ ഭാര്യമാര് വിചാരിക്കും ഭർത്താവ് ഒരു കുടുംബമായിട്ടാണ് ജീവിക്കേണ്ടാവുക, ഉപ്പ ഉമ്മ ഭർത്താവ് ഒരു കുടുംബം. ഭാര്യമാര് വിചാരിക്കുക എന്താ വെച്ച് കഴിഞ്ഞാല്, ഇവരൊക്കെ വിട്ടിട്ട് എന്റെ ഭർത്താവ് ഞാനും മാത്രമായി കഴിഞ്ഞാൽ സന്തോഷമായിട്ടൊരു ജീവിതമായിരിക്കും, അതുകൊണ്ട് ഇവരൊക്കെ ഒഴിവാക്കിയിട്ട് ഭർത്താവിനോട് ഇന്റെ ഒപ്പം വരാൻ പറയാം, നമുക്ക് വേറെ എവിടെയെങ്കിലും ഒരു വീട് എടുത്തിട്ട് താമസിക്കുക. ഈ നിലക്ക് ചില സമയത്ത് അതൊരു ആവശ്യമായിരിക്കും. ഉദാഹരണത്തിന് ഇപ്പൊ ഒരു ജോലി ആവശ്യം, അല്ലെങ്കിൽ മക്കളുടെ പഠനത്തിന്റെ ആവശ്യം, അതിന് ഉമ്മാക്കുപ്പാക്കും സമ്മതമാണെങ്കിൽ ഉമ്മാക്കുപ്പാക്കും മകന്റെ ആവശ്യമില്ല, അതായത് ആരോഗ്യം ഇതൊക്കെ ഉണ്ട്, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണെങ്കിൽ പല സാഹചര്യങ്ങളിൽ മാറിയിരിക്കേണ്ടി വരും. പക്ഷേ ഭർത്താവിന്റെ ഉമ്മാന്റെ ഉപ്പാന്റെ മാറ്റിയാൽ മാത്രമേ എനിക്ക് സന്തോഷകരമായ ഒരു ജീവിതം കിട്ടുള്ളൂ, സന്തോഷകരമായ ജീവിതം ഉണ്ടാവുള്ളൂ എന്നൊരു ഭാര്യ വിചാരിച്ചാണ്ടല്ലോ, വലിയ അപകടമാണ്. അത് വലിയ അപകടമാണ്. അതിന്റെ ഗൗരവം നമ്മൾ പല രീതിയിൽ മനസ്സിലാക്കേണ്ട. എങ്ങനെയൊക്കെയാണ് ഒരു ഭാര്യ ഭർത്താവിന്റെ ഉമ്മാനോട് ഉപ്പാനോട് പെരുമാറുന്ന അബദ്ധങ്ങൾ. ചില ഭാര്യമാര് ഭർത്താവിന്റെ മാതാപിതാക്കളോട് ചൂടാവും,
ഒച്ചയിട്ട് സംസാരിക്കും. ഒരു ബഹുമാനവും ഒരു വിലയും കൊടുക്കാത്ത അവസ്ഥയിൽ കാണാം. അവര് പറയുന്ന കാര്യങ്ങൾ കേൾക്കാതെ, അവരോടൊരു സ്നേഹമില്ലാതെ, അവരോടൊരു ബഹുമാനമില്ലാതെ, അങ്ങനെ പല രീതിയിലുണ്ടാവാം. ഇവിടെ എന്റെ സഹോദരിമാരോട് ഞാൻ പറയട്ടെ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഉമ്മാക്ക് മകനോടുണ്ടാകുന്ന സ്നേഹം അത് നിങ്ങൾക്ക് മനസ്സിലാവും. മനസ്സിലായാലും ഒരു കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആവുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊക്കെ പ്രത്യേകിച്ച് ഇത് ഉപകാരപ്പെടുക കല്യാണം കഴിഞ്ഞ ആദ്യകാലത്ത് ജീവിക്കുന്ന സമയത്തായിരിക്കും. ആദ്യത്തെ ഒരു 5-10 കൊല്ലത്തിലാണ് ഇങ്ങനത്തെ കുറെ വിഷയങ്ങൾ കൂടുതലായിട്ടുണ്ടാവുക. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഒരു ഉമ്മാക്ക് മകനോടുണ്ടാവുന്ന സ്നേഹം വളരെ വലുതായിരിക്കും. സ്വാഭാവികമായിട്ടൊരു ഭാര്യ വരുമ്പോ ചില ഉമ്മമാര് വിചാരിക്കുക എന്റെ മകനെ എന്നിൽ നിന്ന് അകറ്റാൻ വന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ചില ഉമ്മമാർക്ക് തോന്നും. അത് നിങ്ങൾക്കും തോന്നും, അതായത് സ്ത്രീകൾക്കും തോന്നും. അവരൊരു പ്രായം എത്തിക്കഴിഞ്ഞാൽ ഒരു 40-50 വയസ്സാകുമ്പോൾ മനസ്സിലാവുക ചിന്തകളുടെ മാറ്റം. അപ്പൊ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഭർത്താവിന്റെ ഉമ്മാന്റെ അവസ്ഥ, മാനസിക അവസ്ഥ മനസ്സിലാക്കണം. അതിനനുസരിച്ച് ഭർത്താവിന്റെ ഉമ്മാനോട് നല്ല രീതിയിൽ പെരുമാറാനും അവർക്ക് നല്ല സന്തോഷം ഉണ്ടാകാനും സ്ത്രീകൾ പഠിക്കണം. തീരെ ബുദ്ധിയില്ലാത്ത, ഈമാനുമായി ബന്ധമില്ലാത്ത അല്ലെങ്കിൽ മോശപ്പെട്ട തർബിയത്ത് ലഭിച്ച അങ്ങനെയുള്ള കുടുംബത്തിൽ വരുന്ന സ്ത്രീകൾ പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ ഒരു ശ്രദ്ധയും പരിഗണനയും കൊടുക്കാതിരിക്കുക. അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നമ്മുടെയും, അതായത് സ്ത്രീകളോടാണ്, നിങ്ങളുടെയും നിങ്ങളുടെ ഭർത്താവിന്റെയും കുടുംബജീവിതം സന്തോഷകരമാവണമെങ്കിൽ മാതാപിതാക്കളുടെ തൃപ്തി അവിടെ ആവശ്യമാണ്. അതായത് ആ പുരുഷന്റെ ഭർത്താവിന്റെ ഉപ്പയും ഉമ്മയുമായിട്ട് ആ നല്ലൊരു സ്നേഹബന്ധം ഇല്ല എങ്കിൽ, ഉമ്മാനെ ഉപ്പാനെയും വെറുപ്പിച്ചിട്ടോ വിഷമിപ്പിച്ചിട്ടോ നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷം ലഭിക്കില്ല. അങ്ങനെ ചെയ്ത് എത്ര ആളുകൾ ഒന്നല്ലെങ്കിൽ മറ്റൊന്നായിട്ട് വിഷമിക്കേണ്ട അവസ്ഥ ഉണ്ടാവുള്ളൂ. മാതാപിതാക്കളുടെ കടമകൾ വേറെയാണ്, അത് വേറെ വിശദീകരിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് സഹോദരിമാരോട് നാം പറയുന്നത്, എന്ത് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ആ ഭർത്താവിന്റെ മാതാപിതാക്കളോട് ഒരു സ്നേഹബന്ധം നമുക്ക് ഉണ്ടായിരിക്കണം. ഭർത്താവിനെ അതിന് പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളുടെ ഉമ്മയാണ്, നിങ്ങളുടെ ഉപ്പയാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ വിഷയങ്ങൾ ശ്രദ്ധിക്കണം. ഒരു നല്ല പെൺകുട്ടി, സ്വാലിഹത്തായ ഒരു സ്ത്രീ അതങ്ങനെയായിരിക്കും. അത് ഭർത്താവിനെ ഉപ്പാനോട് ചെയ്യുന്ന കടമകൾ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഓരോ വിഷയത്തിലും ഓരോ സാഹചര്യങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവും. ഈ പെൺകുട്ടികൾ, സ്ത്രീകൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ആ ഭർത്താവിന്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ 9 മാസം ഗർഭം ചുമക്കുകയും അങ്ങനെ വളർത്തിക്കൊണ്ടുവരികയും ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കുകയും ചെയ്ത് വളർത്തിക്കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങളുടെ ഭർത്താവാണോണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വേണമെന്ന് പറഞ്ഞിട്ട് അതിന് മാറ്റിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളത് വലിയ അബദ്ധമാണ്. അത് ഒരു ദുൽമ തന്നെയാണ്. ആ ഉമ്മാനോട് ചെയ്യുന്ന വലിയൊരു തെറ്റ് തന്നെ ആയിരിക്കും. പിന്നെ സ്വാഭാവികമായിട്ടും ഉമ്മമാർക്ക്, ഭർത്താവിന്റെ ഉമ്മമാർക്ക് അതിൻ്റെതായ കുഴപ്പങ്ങൾ ഉണ്ടാകും. ഒരാളും ശരിക്കുണ്ടാവില്ല. അപ്പൊ അത് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളത് വളരെ വലിയ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പൊ നാം പറഞ്ഞു വന്ന മൊത്തത്തിൽ പറയുന്ന ഒരു വിഷയം, നമ്മുടെ ജീവിതം, നമുക്ക് ഭർത്താവുമായിട്ട് നല്ല സന്തോഷകരമായ ജീവിതം വേണമെങ്കിൽ ഭർത്താവിന്റെ മാതാപിതാക്കളും ഭർത്താവും തമ്മിൽ നല്ലൊരു ബന്ധത്തിന് നമ്മൾ സഹായിക്കണം. ഭർത്താവിനൊരു ആവശ്യം, ഒന്ന് ഭർത്താവിന്റെ ഉമ്മ, ഒന്ന് ഭർത്താവിന്റെ ഭാര്യയാണ്. അപ്പൊ ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ ഭർത്താവ് ശ്രമിക്കും. അതേ സമയത്ത് ഭാര്യയിൽ നിന്ന് അതിനൊരു സഹായമോ ഒരു സപ്പോർട്ടോ ഇല്ലാതെ ഭർത്താവ് വന്നു കഴിഞ്ഞാൽ ഉമ്മാനെ കുറിച്ചുള്ള കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഉമ്മ അങ്ങനെ ചെയ്തു, ഉമ്മ അതാക്കി, ഭർത്താവിനോട് എന്നിട്ട് ഉമ്മാനോട് ദേഷ്യം ഉണ്ടാക്കുക, ഭർത്താവിനെ കൊണ്ട് ഉമ്മാനോട് ദേഷ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് സന്തോഷത്തോട് ജീവിക്കാൻ പറ്റൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹിന്റെ തൃപ്തി, അതുപോലെ മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാഹുവിന്റെ കോപം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഇനി ചില ചില അധിക ആളുകൾക്കും അറിവില്ലാത്തത് കൊണ്ട്, ഈ ഞാൻ പറഞ്ഞില്ലേ, നമ്മള് ഒരു 18-20 വയസ്സിലൊരു കുടുംബത്തേക്ക് ചേരുമ്പോൾ അധിക പെൺകുട്ടികൾക്ക് അതിനെക്കുറിച്ച് വലിയ അറിവുണ്ടാവൂല. എന്നാൽ ചില സ്ത്രീകൾ, ചില ദുഷിച്ച സ്വഭാവമുള്ള സ്ത്രീകൾ, അവരുടെ മനസ്സിൽ സന്തോഷമായിരിക്കും. ഭർത്താവ് ഉമ്മാനെ ഉപദ്രവിക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമ്പോൾ സന്തോഷിക്കുന്ന സ്ത്രീകൾ ഉണ്ടാവും. അവരോട് പറയാനുള്ളത്, നാളെ നിങ്ങൾക്കും അങ്ങനത്തെ ഒരു അവസ്ഥ വരും. നാളെ നിങ്ങളും അങ്ങനെ ഒരു സ്ഥാനത്തെത്തും. അതല്ലെങ്കിൽ നിങ്ങളുടെ ഉമ്മ, നിങ്ങളുടെ സഹോദരൻ കല്യാണം കഴിച്ചു കൊണ്ടിരുന്ന സ്ത്രീ നിങ്ങളുടെ ഉമ്മാനോട് എങ്ങനെ പെരുമാറും എന്നുള്ളത്, ഇതുപോലെ പെരുമാറിയാൽ എന്താവും എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്താണ്, അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. ഒരു അമലിനുള്ള പ്രതിഫലം അത് അതിന്റെ കർമ്മ എങ്ങനെയായിരുന്നു അതായിരിക്കും. അതായത് നാം ഇന്ന് ചെയ്യുന്നതിന് ഭാവിയിൽ അനുഭവിക്കേണ്ടി വരും.
ഇന്ന് നമ്മൾ നമ്മുടെ ചിന്ത കൊണ്ട്, നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു കൂട്ടുന്ന, അഥവാ ഈ വിഷയത്തിൽ ശ്രദ്ധയില്ലാതെ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങൾക്കും വരും കാലത്ത് അങ്ങനെ ഒരു സാഹചര്യം അല്ലാഹ് നമുക്ക് ഉണ്ടാക്കി നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് എന്തൊക്കെ ഉണ്ടായാലും ആ ഉമ്മാനോടും ഭർത്താവിന്റെ മാതാപിതാക്കളോടും അവർക്ക് കൊടുക്കേണ്ട ബഹുമാനവും എല്ലാം നമ്മൾ നല്ല രീതിയിൽ ഉണ്ടാക്കണം. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സ്ത്രീകൾ മനസ്സിലാക്കേണ്ടത്, ഭർത്താവിന് ഒരിക്കലും ഭർത്താവിന്റെ കുടുംബത്തെക്കാൾ നിങ്ങളുടെ കുടുംബത്തോട് സ്നേഹം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഏതുപോലെ? നിങ്ങളുടെ കുടുംബത്തെക്കാൾ ഭർത്താവിന്റെ കുടുംബത്തോട് നിങ്ങൾക്ക് സ്നേഹമില്ലാത്ത പോലെ. ഞാൻ പറഞ്ഞ മനസ്സിലായി? അതായത് ഭർത്താവിന് ഭർത്താവിന്റെ കുടുംബത്തിനോട് പ്രത്യേക സ്നേഹം ഉണ്ടാവും, നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനോടുള്ളത് പോലെ. അതൊക്കെ മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ സന്തോഷകരമായ ഒരു ജീവിതം നിങ്ങൾക്ക് കുടുംബജീവിതത്തിൽ ലഭിക്കാൻ സാധിക്കും. അതല്ല എങ്കിൽ ഞാൻ പ്രത്യേകം പറയുന്നു, ഉമ്മാനെയും ഉപ്പാനെയും ഏതെങ്കിലും രീതിയിൽ ആ ബന്ധം, ഒരു ഉമ്മയും പ്രത്യേകിച്ച് ഉമ്മയും മകനും തമ്മിലുള്ള ബന്ധത്തിനൊരു അകൽച്ച വരാൻ നിങ്ങൾ കാരണക്കാരായിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു അപകടമാണ്. കുടുംബ ബന്ധത്തിൽ ഏറ്റവും ഒന്നാമത്തെ ബന്ധം ഉമ്മയും മക്കളും തമ്മിലുള്ളതാണ്. അതുകൊണ്ട് അത് വളരെയധികം സ്ത്രീകൾ സൂക്ഷിക്കുക എന്നുള്ളത്. ഇനി അതിൽ മൂന്നാമത്തേത്, തബദ്ദലു സൗജതി വഖില്ലത്തു തജമ്മുലിഹാ ലിസൗജിഹാ, ഭാര്യയുടെ ഭർത്താവിന് വേണ്ടി അണിഞ്ഞൊരുങ്ങുന്നതിലെ ഭാര്യയുടെ അശ്രദ്ധയും അതുപോലെ തന്നെ ഭർത്താവിന്റെ മുഷിപ്പിക്കുന്ന, അതായത് ഒരു വൃത്തിയില്ലാത്ത ഒരു ഭർത്താവിന് വേണ്ടി അണിഞ്ഞൊരുങ്ങുന്നതിലുള്ള കുറവ്. ഇവിടെ സ്ത്രീകൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഭർത്താക്കന്മാർ, പുരുഷന്മാർ അവരാഗ്രഹിക്കുന്നത് ഏറ്റവും മനോഹരമായ സംസാരങ്ങളും നല്ല കാണുമ്പോൾ നല്ല മനസ്സിന് കുളിർമയേകുന്ന അല്ലെങ്കിൽ നല്ല സുഗന്ധങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളാണ് ഓരോ ഭർത്താവിന്റെ ആഗ്രഹം ഉണ്ടാവുക. പുരുഷന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളെ പോലെയേ അല്ല. അതായത് അവരുടെ ഫിത്രത്തിൽ നാം കഴിഞ്ഞ ദിവസത്തിലൊക്കെ പറഞ്ഞ പോലെ സ്ത്രീക്ക് ആഗ്രഹമുണ്ടാകുന്നത് പുരുഷന് കാണലാണ്. പുരുഷന് തന്റെ ഭാര്യയെ ഏറ്റവും നല്ല വേഷത്തിലും ഏറ്റവും നല്ല രീതിയിലും അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് കാണുക എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്നതും അവർക്ക് മനസ്സിൽ ഒരുപാട് കുളിർമ ഉണ്ടാക്കുന്ന കാര്യമാണ്. നല്ല സംസാരങ്ങൾ, അതുപോലെ സ്ത്രീയുടെ അടുത്ത് വരുമ്പോൾ നല്ല സുഗന്ധം ഉണ്ടാവുന്നത്, ഭർത്താവിന് മുമ്പിൽ സ്ത്രീക്ക് അത്തർ ഉപയോഗിക്കാം, അതുപോലെയുള്ള കാര്യങ്ങൾ. അങ്ങനെയൊക്കെ ചില സ്ത്രീകൾ ഭർത്താവ് വരുമ്പോൾ ഉണ്ടാവുന്ന വേഷം എന്ന് പറഞ്ഞാൽ വീട്ടില് എന്തെങ്കിലും ചെയ്യുന്ന പണിയെടുത്തിട്ടോ അല്ലെങ്കിൽ ആ മുഷിഞ്ഞ വേഷത്തിലെ ഭർത്താവിന്റെ മുമ്പിൽ വരുള്ളൂ. അതേ സമയത്ത് വേറെ എങ്ങനെയും പോവുകയാണെങ്കിലോ, കുടുംബക്കാരുടെ അടുത്തേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീട്ടിലൊക്കെ പോവുകയാണെങ്കിൽ നല്ല അണിഞ്ഞൊരുങ്ങി ഇതാക്കിയിട്ട് പോകും. യഥാർത്ഥത്തിൽ ഒരു സ്ത്രീ തന്റെ സൗന്ദര്യം ഏറ്റവും അണിഞ്ഞൊരുങ്ങി നിൽക്കേണ്ടത് അവളുടെ ഭർത്താവിന്റെ മുമ്പിലാണ്. ഭർത്താവിന് ഒരുപാട് നിങ്ങളോടുള്ള പെരുമാറ്റത്തിൽ സ്ത്രീകളോട് ഭർത്താവ് നിങ്ങളോട് ഏറ്റവും മോശമായ രീതിയിലാണ് പെരുമാറുന്നത് എന്നും ഒരു ശ്രദ്ധയുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് മാറ്റാൻ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഭർത്താവ് നിങ്ങളോട് വല്ലാത്ത ഒരു അടുപ്പം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ ഭർത്താവിന് വേണ്ടി അണിഞ്ഞൊരുങ്ങുന്നതും അതുപോലുള്ള കാര്യങ്ങളും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നാലാമത്തെ വിഷയം, കസ്റത്തു തസഹുതി വഖില്ലത്തുൽ ഹംദ്, ഭർത്താവിനോടുള്ള ധാരാളമായ വെറുപ്പ് പ്രകടിപ്പിക്കുന്ന വ്യവസ്ഥ. ഭർത്താവ് ചെയ്യുന്ന കാര്യങ്ങളോട്, അതുപോലെ തന്നെ വഖില്ലത്തുൽ ഹംദ്, ഭർത്താവിനോട് ശുക്ർ ചെയ്യുന്നതിൽ, നന്ദി കാണിക്കുന്നതിൽ, അതുപോലെയുള്ള കാര്യങ്ങളിലുള്ള കുറവും. അതായത് ഒരുപാട് സ്ത്രീകൾ, ഭാര്യമാരിൽ ഒരു വലിയ വിഭാഗം തന്നെ ഈ ഒരു സ്വഭാവം കാണിക്കണം. ഖനാഅത്തിന്റെ കുറവ്. ഖനാഅത്ത് എന്ന് പറഞ്ഞാൽ തൃപ്തി, അതായത് സംതൃപ്തി, തനിക്ക് ലഭിക്കുന്നതിൽ ഉണ്ടാകുന്ന സംതൃപ്തി. അതായത് ഒരുപാട് ഭർത്താക്കന്മാരോട് ചോദിച്ചാൽ നമുക്കറിയാൻ പറ്റും, അധിക ഭാര്യമാർക്കും ഭർത്താവിനോട് നന്ദി കാണിക്കുന്നതിലും ഭർത്താവ് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു തൃപ്തി ഉണ്ടാവുന്നതിലും വളരെ പിന്നോട്ട്. അതേ സമയത്ത് ഭർത്താവിനോട് എപ്പോഴും വെറുപ്പും ഒരു കോപവും ഒക്കെ വെച്ച് നടക്കുന്ന അവസ്ഥ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ നിഅമത്തുകളെ, ഭർത്താവായിട്ടും ഭർത്താവിലൂടെ ആയിട്ടും ലഭിക്കുന്ന നിഅമത്തുകളെ ഒരു വിലയുമില്ലാതെ, ഇപ്പൊ ആരെങ്കിലും ചില സ്ത്രീകളോട് എന്താ എന്റെ വിശേഷം ചോദിച്ചാല് ഫുള്ള് ഭർത്താവിനെ കുറിച്ചുള്ള കുഴപ്പങ്ങൾ, അല്ലെങ്കിൽ ഒരു ദുഷ്ട ജീവിതമാണ്, മോശം ജീവിതമാണ്, ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പാടാണ്, ആ രീതിയിൽ ഒക്കെയുള്ളൊരു കാര്യം. ചില ഭാര്യമാർ ഭർത്താക്കന്മാരെന്തെങ്കിലും വാങ്ങിക്കൊടുത്താൽ, എന്തെങ്കിലും ഒരു സമ്മാനമാവട്ടെ അല്ലെങ്കിൽ വസ്ത്രമാവട്ടെ, വളരെ മോശമായിട്ട് തരം താഴ്ത്തും അതിനെ. അത് വില കുറഞ്ഞതായിട്ട് കാണും, അതിനൊരു വിലയില്ലാത്ത പുച്ഛിച്ചുകൊണ്ട് കാണുന്ന അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരിമാരെ, ഭർത്താക്കന്മാർക്ക് ഏറ്റവും വിഷമുണ്ടാക്കുന്ന കാര്യമാണത്. ഒരു ഭർത്താവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളത് ഇഷ്ടപ്പെട്ട പോലെ കാണിക്കുക. ഒരു ഭർത്താവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം വാങ്ങിക്കൊണ്ടു തരുമ്പോ നിങ്ങൾക്ക് ഇഷ്ടമായില്ല, നിങ്ങൾക്ക് പറ്റിയില്ല, എന്നാലും അത് നന്നായിട്ടുണ്ട്, ഇഷ്ടമായ പോലെ ഒന്ന് അഭിനയിച്ചാൽ
അത് ഭർത്താവിനോടുള്ള സ്നേഹത്തിന് വേണ്ടിയിട്ട് അത് കാണിച്ച് ഭർത്താവിന് വലിയ സന്തോഷമായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ വലിയ ദുഃഖവും. അതുപോലെ തന്നെ ഭർത്താവ് കഴിവിന്റെ പരമാവധി കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കാനും കുടുംബത്തിന് ചെലവഴിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ടാവും. പക്ഷേ ഈ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ള സ്ത്രീകളുടെ ജീവിതം നോക്കി അവരുടെ ജീവിതം നല്ല സന്തോഷമാണ്, അവരുടെ ജീവിതം അങ്ങനെയാണ്, എന്റെ ജീവിതം മാത്രം ഇങ്ങനെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടായി എന്നുള്ള നിലയ്ക്ക് വളരെയധികം വിഷമിക്കുന്ന അവസ്ഥ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തെരഞ്ഞെടുത്ത് തരുന്ന കാര്യങ്ങളിൽ റിളയും ഖനാഅത്തും തൃപ്തിയും, അതുപോലെ ഖനാ എന്ന് പറഞ്ഞാൽ സംതൃപ്തി, നമുക്ക് അതിനോടുള്ള തൃപ്തി ഉണ്ടായാൽ ആ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകും. അതല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ദുഃഖവും സങ്കടവും അതിന്റെ ടെൻഷനും അതിന്റെ പേടിയും അല്ലാതെ മറ്റൊന്നും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാവൂല എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇദ തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. നിങ്ങൾ നന്ദി കാണിച്ചാൽ അല്ലാഹു തആല നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. നിങ്ങൾ കുഫ്റാണ് കാണിക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ അതീവ ഗുരുതരമാണ് എന്നുള്ളത്. സഹോദരിമാരെ, ഈ വിഷയം ഭർത്താക്കന്മാരോട് നന്ദി കാണിക്കുക എന്നുള്ളത് നിങ്ങളുടെ സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന ഒരു വിഷയമായിട്ട് നിങ്ങൾ കാണണം. ഭർത്താവിനോട് നന്ദി കാണിക്കുക എന്നുള്ളത്, ആ ഭർത്താവ് ചെയ്തു തരുന്ന എത്ര ചെറുതാണെങ്കിലും അതിനെ മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് അതിനോട് നല്ല രീതിയിൽ ഒരു പെരുമാറുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തെ കണ്ടപ്പോൾ റസൂലുള്ള പറഞ്ഞ ഹദീസ് നമ്മൾ കേട്ട് പരിചയിച്ചതാണ്. അതിന്റെ ഗൗരവം നമ്മൾ ആലോചിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഅയ്തുന്നാറ വറഅയ്തു അക്സറ അഹ്ലഹാ അന്നിസാ. ഞാൻ നരകം കണ്ടു, നരകത്തിന്റെ അധിക അഹ്ലുകാരും സ്ത്രീകളായിരുന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ലിമ യാ റസൂലല്ലാഹ്, എന്തുകൊണ്ടാണ് റസൂലെ അങ്ങനെ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യക്ഫുർനൽ അശീറ വയക്ഫുർനൽ ഇഹ്സാൻ ലൗ അഹ്സൻത ഇലാ ഇഹ്ദാഹുന്ന അദ്ദഹറ ثم റഅത് മിൻക ശൈഅൻ ഖാലത് മാ റഅയ്തു മിൻക ഖൈറൻ ഖത്ത്. അവരുടെ യക്ഫുർന അശീറ, അവരുടെ ഭർത്താവുമാരോട് കുഫ്ർ കാണിച്ചത്, വയക്ഫുർനൽ ഇഹ്സാൻ, ഭർത്താവിനോട് തിരിച്ച് നന്മ ചെയ്യുന്നതിലുള്ള ഒരു നിഷേധം. ഭർത്താക്കന്മാരോട് അവര് ചെയ്തു തരുന്ന കാര്യങ്ങൾക്ക് ഒരു പരിഗണനയുമില്ലാതെ അവരോട് വെറുപ്പ് കാണിക്കുക. എന്നിട്ട് പറയാണ്, ഭർത്താവ് ഒരുപാട് കാലം ഒരുപാട് നന്മകൾ അവരോട് ചെയ്തിട്ടുണ്ടാവും, അവർക്ക് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് എന്തെങ്കിലും ഒരു വിഷയത്തിൽ അവർക്ക് പറ്റാത്ത എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ അവരെ കണ്ടു കഴിഞ്ഞാൽ ഭാര്യമാര് പറയും, മാ റഅയ്തു മിൻക ഖൈറൻ ഖത്ത്, നിങ്ങളിൽ നിന്ന് ഒരു നന്മയ്ക്ക് ഉണ്ടായിട്ടില്ല, നിങ്ങളിൽ നിന്ന് ഒരു നന്മ എനിക്ക് ഉണ്ടായിട്ടില്ല എന്ന് സ്ത്രീകൾ പറയും. സഹോദരിമാരെ, ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യൻദുറുല്ലാഹു ഇലാ ഇംറഅത്തിൻ ലാ തശ്കുറു ലിസൗജിഹാ. തന്റെ ഭർത്താവിനോട് നന്ദി കാണിക്കാത്ത ഒരു ഭാര്യയെ, ഒരു സ്ത്രീയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുകയില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുകയില്ല എന്നുള്ളത് വളരെ ഗൗരവത്തിൽ നാം മനസ്സിലാക്കണം. ഭർത്താവ് നമുക്ക് ചെയ്തു തരുന്ന ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളും നാം അതിന്റെ രീതിയിൽ എടുക്കാൻ സ്ത്രീകൾ ശ്രദ്ധിക്കുക, സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ അസ്മാ ബിൻത് യസീദ് റളിയല്ലാഹു അൻഹ പറയുന്നു, ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിലൂടെ, അതായത് ഞാനും ഞങ്ങൾ കുറെ ചെറിയ പെൺകുട്ടികളും കൂടി ഇരിക്കുമ്പോൾ ഞങ്ങൾ മുന്നിലൂടെ കടന്നുപോയി. ഞങ്ങളോട് സലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇയ്യാകുന്ന വകുഫ്റൽ മുൻഇമീൻ, നിങ്ങൾ സൂക്ഷിക്കുക, നിങ്ങൾ സ്ത്രീകൾ സൂക്ഷിക്കുക, നിഅമത്തുകളുടെ ഒപ്പമുള്ള നിഅമത്തുകളിന്റെ കുഫ്ർ നിങ്ങൾ സൂക്ഷിക്കുക. അപ്പൊ അസ്മാ ബിൻത് യസീദ് ചോദിച്ചു റസൂലുള്ളാഹിനോട്, യാ റസൂലല്ലാഹ് വമാ കുഫ്റുൽ മുൻഇമീൻ, എന്താണ് ഈ നിഅമത്തുകളോടൊപ്പമുള്ള കുഫ്ർ എന്താണെന്ന് ചോദിച്ചു, നിഅമത്തിന്റെ കുഫ്ർ എന്താണ്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅല്ല ഇഹ്ദാകുന്ന തതൂലു അയ്മതുഹാ മിൻ അബവൈഹാ ثم يرزقها الله زوجا ويرزقها ولدا فتغضب الغضبة فتكفر. അതായത് നിങ്ങളിൽ ഒരാള് ഒരു പ്രായപൂർത്തിയാകുന്നവരെ നിങ്ങളെ മാതാപിതാക്കൾ നിങ്ങളെ വളർത്തുന്നു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഒരു ഭർത്താവിനെ തരുന്നു, അതിലൂടെ മക്കളെ തരുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാകുമ്പോൾ, എന്തെങ്കിലും ഒരു ചെറിയ നിങ്ങൾക്ക് ദേഷ്യപ്പെടുന്ന കാര്യം ഉണ്ടാകുമ്പോൾ നിങ്ങൾ പറയുന്നു, മാ റഅയ്തു മിൻക ഖൈറൻ ഖത്ത്, നിങ്ങളിൽ നിന്ന് ഒരു നന്മ ഉണ്ടായിട്ടില്ല എന്നുള്ളത്. അതാണ് നിഅമത്തുകൾക്കുള്ള കുഫ്ർ പറഞ്ഞ, നിഅമത്തുകൾക്കുള്ള കുഫ്ർ. നിങ്ങൾക്ക് അറിയില്ല,
സ്ത്രീകൾക്ക് മനസ്സിലാവൂല. എപ്പോഴാണ് ഭർത്താവില്ലാതെ അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെട്ട് കഷ്ടപ്പെടുന്ന അതുപോലെ ബുദ്ധിമുട്ടുന്ന എത്രയോ സ്ത്രീകളുണ്ട്. ആ സ്ത്രീകളുടെ അവസ്ഥകൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുമ്പോഴും എല്ലാമാണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ അത് ബോധ്യപ്പെടുക എന്താണ് ഒരു ഭർത്താവിന്റെ വില എന്നുള്ളത്. അതുകൊണ്ട് സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ വലിയ നിഅമത്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവ് എന്ന്. അള്ളാഹു തആല നിങ്ങൾക്ക് യോജിച്ച് തെരഞ്ഞെടുത്ത് എന്ന് അതിൽ തൃപ്തിയും സംതൃപ്തിയും ആ ജീവിതത്തിൽ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോവാൻ തൃപ്തി, റിള, അതുപോലെ ഖനാഅ നിർബന്ധമാണ്. വസ്തുക്കളിലാവട്ടെ ഭർത്താവിലാവട്ടെ എല്ലാം അത് നല്ല രീതിയിൽ ഉണ്ടായാൽ അള്ളാഹു തആല വലിയ തൗഫീഖ് നിങ്ങൾക്ക് നൽകും. അതിൽ കുഫ്ർ കാണിച്ചാൽ അത് വലിയ അപകടമാണ് എന്നുള്ളത്. അഞ്ചാമത്തെ വിഷയം അൽ മന്നതു അല സൗജ്. ഭർത്താവിന്റെ മേലെ ഭർത്താവിനോട് നമ്മൾ ചെയ്ത കാര്യങ്ങൾ എടുത്തെടുത്ത് പറയാം. സ്ത്രീകൾക്ക് പ്രത്യേക ഒരു സ്വഭാവമായിരിക്കും. സ്ത്രീകൾ ഭർത്താവിന് വേണ്ടി ഒരുപാട് ഖിദ്മത്ത് ചെയ്യും, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കും, സഹായിക്കും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. എന്നിട്ട് എന്തെങ്കിലും ഒരു അവസരം വന്നു കഴിഞ്ഞാല് ഞാൻ അങ്ങനെ ചെയ്തല്ലേ, ഞങ്ങൾക്ക് അങ്ങനെ ചെയ്തു തന്നില്ലേ, ഞാൻ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തു തരുന്നില്ലേ, അത് ചെയ്തു തരുന്നില്ലേ, അത് ചെയ്ത കാര്യങ്ങൾ എടുത്ത് അത് മന്നത്ത് പറയാം. ചെയ്ത കാര്യങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലൂ സദഖാതിഹും ബിൽ മന്നി വൽ അദാ. നിങ്ങൾ കൊടുത്ത സദഖകൾ എടുത്തു പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്ത ആ സദഖകളെ ബാത്തിലാക്കി കളയരുത് എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. മന്നത്ത് ചെയ്ത കാര്യങ്ങൾ എടുത്തു പറയാ. അത് പൊതുവെ ഏത് കാര്യത്തിനും അങ്ങനെ തന്നെയാണ്, പ്രത്യേകിച്ച് ഭാര്യമാരോട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ, ഭർത്താവിന് ചെയ്യുന്ന എന്ത് നന്മയും അത് ഭർത്താവിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ഏൽപ്പിച്ച ജോലി, എന്നെ ഏൽപ്പിച്ച കടമ, എന്റെ ഭർത്താവിനോട് ഞാൻ ചെയ്യേണ്ട കടമ അത് അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹിനെ ഇബാദത്ത് ചെയ്യാനാണ് ഞാൻ ഇവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് അത് അള്ളാഹ് പറഞ്ഞതുപോലെ ചെയ്യുക, റസൂല് കാണിച്ചു തന്നതുപോലെ ചെയ്യുക. അതാണ് എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം. അത് ഭർത്താവിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. ഇത് മനസ്സിലാക്കി കഴിഞ്ഞ കാര്യം എളുപ്പമായി. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എളുപ്പത്തിൽ ഏത് കാര്യം ഉൾക്കൊള്ളാനും ഒക്കെ കഴിയും. എന്നാൽ അവർ ഭർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന അവസ്ഥ അതോടുകൂടി പോയി. അവർ ഭർത്താവിന് ഒരുപാട് നന്മ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് ഈ പറച്ചിലോടുകൂടി ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ അവരെ അമല് ഇതൊക്കെ സഹോദരങ്ങളെ, ഇതിന്റെ ഇടയിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് ആണായാലും പെണ്ണായാലും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് മാതാപിതാക്കളെ നൽകുന്നത്, ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും മക്കളെയും നൽകുന്നത്. ഇവിടെ മാതാപിതാക്കളോട് എന്ത് ചെയ്യണം എന്ന് അള്ളാഹു റസൂലും പഠിപ്പിച്ചിട്ടുണ്ട്. അത് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ജോലി. മക്കളോട് എന്ത് ചെയ്യണം എന്ന് അള്ളാഹു റസൂലും പഠിപ്പിച്ചിട്ടുണ്ട്. അത് ചെയ്യുക എന്നുള്ളത് നമ്മുടെ പണി. അതുപോലെ തന്നെ ഭാര്യമാരോടും ഭർത്താക്കന്മാരോടും എന്ത് ചെയ്യണമെന്ന്, എങ്ങനെ നിൽക്കണമെന്ന് അള്ളാഹുവും റസൂലും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ജീവിതത്തിൽ ചെയ്യലാണ് നമ്മുടെ ജോലി. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിത ലക്ഷ്യവും കുടുംബ ജീവിതവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാ കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്, എല്ലാ കുടുംബ പ്രശ്നങ്ങൾക്കും. അതുകൊണ്ട് ഭർത്താവിന് നാം ചെയ്യുന്ന നന്മകൾ, നാം ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ അതെടുത്ത് പറയണ്ട. അതെടുത്ത് പറഞ്ഞിട്ട് നിങ്ങളുടെ അമലുകൾ നശിപ്പിച്ച് കളയേണ്ട. നാളെ അള്ളാഹിന്റെ മുമ്പിൽ അതൊന്നും അല്ലാതായി പോവും. എന്ത് കർമ്മം ചെയ്യുമ്പോഴും അള്ളാഹു ഒന്ന് പ്രതിഫലം പ്രതീക്ഷിക്കുക, അള്ളാഹുവിൽ നിന്ന് മാത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസത്തുൻ ലാ യുകല്ലിമുഹുല്ലാഹു യൗമൽ ഖിയാമ വലാ യൻദുറു ഇലൈഹിം വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. മൂന്ന് കൂട്ടർ നാളെ പരലോകത്ത് അള്ളാഹു സംസാരിക്കില്ല, അള്ളാഹു നോക്കില്ല, അള്ളാഹു പരിശുദ്ധപ്പെടുത്തൂല, അവർക്ക് കഠിനമായ ശിക്ഷ ഉണ്ടാവും. എന്നിട്ട് പറഞ്ഞു, അപ്പൊ റസൂലുള്ളാഹി ആരാണെന്ന് ചോദിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുസ്ബിൽ വൽ മന്നാൻ വൽ മുൻഫിഖു സിൽഅതഹു ബിൽ ഹൽഫിൽ കാദിബ്. അൽ മുസ്ബിൽ വസ്ത്രം വലിച്ചഴിച്ച് നടക്കുന്ന ആൾ, വൽ മന്നാൻ ചെയ്തു കൊടുത്ത കാര്യങ്ങൾ എടുത്തെടുത്ത് പറയുന്ന ആളുകൾ, വൽ മുൻഫിഖു സിൽഅതഹു ബിൽ ഹൽഫിൽ കാദിബ് കള്ള വാഗ്ദാനങ്ങൾ പറഞ്ഞ് ചരക്ക് വിറ്റഴിക്കുന്ന ആൾ. ഈ മൂന്ന് കൂട്ടർ നമ്മൾ ആലോചിക്കും. ചെയ്ത കാര്യങ്ങൾ പറയുക എന്ന് പറയുമ്പോൾ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും അള്ളാഹുവിനുള്ള ഇബാദത്ത് ബന്ധിപ്പിക്കുകയും ആ ലക്ഷ്യം മനസ്സിലാക്കുകയും ചെയ്താൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം പാളിപ്പോകും. ചെയ്തു കൊടുത്ത നന്മകൾ എടുത്തെടുത്ത് പറയുക എന്നുള്ളത്. അതുകൊണ്ട് സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കുക, ഭർത്താവിനോടുള്ള കടമ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യാൻ പഠിക്കുക, ഭർത്താവിന് വേണ്ടിയിട്ടല്ല.
ഭർത്താവിന് വേണ്ടിയിട്ടല്ല നാവി പറയുന്നത്, അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യാൻ പഠിക്കുക. ഇഖ്ലാസ് ഉണ്ടാവുക, സിദ്ഖ് ഉണ്ടാവുക. അങ്ങനെ വന്നാൽ ഭർത്താവിൽ നിന്ന് എന്ത് ലഭിച്ചില്ലെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് നല്ലൊരു സമാധാനവും സന്തോഷവും അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കും എന്നുള്ള ഒരു ബോധവും ഉണ്ടാകും. അപ്പോ അത് ശ്രദ്ധിക്കുക. ആറാമത്തേത് ഇഖ്ബാലുൽ ആഖിരീന ബിമുശ്കിലാത്തിൽ മൻസിൽ, വീട്ടിലെ പ്രശ്നങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുക, പുറത്തുള്ളവരെ അറിയിക്കുക. ഇത് സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു വീട്ടിലും പുരുഷന്മാരും സ്ത്രീകളും ആദ്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ ഭർത്താക്കന്മാരിൽ പറയാൻ വിട്ടുപോയി തോന്നുന്നു, ഒരു വീടുമില്ല പ്രശ്നങ്ങളില്ലാത്ത ആളുകൾക്ക് തോന്നുന്നത് അറിയോ, ഞാൻ മാത്രമേ ഈ പ്രശ്നങ്ങൾ അനുഭവിക്കണുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ മുഴുവൻ സന്തോഷത്തിലാണ്, അവരുടെ വീട്ടിലൊന്നും ഒരു പ്രശ്നമില്ല എന്നൊരു ധാരണയാണ്. ആണായാലും പെണ്ണായാലും ഒക്കെ ഉണ്ടാവും. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു വീടുമില്ല, ഒരു പ്രശ്നമില്ലാത്ത. ഇനി ഈ വിഷയത്തിലേക്ക് സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമ വളരെ കുറവുള്ള സ്ത്രീകളുണ്ടാവും. അവർ എന്തെങ്കിലും പ്രശ്നം ഭർത്താവുമായിട്ടോ അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടിലോ കുടുംബത്തിലോ ഉണ്ടായാല് അവർ ഉടനെ വിളിക്കും ഉപ്പാക്ക്, പിന്നെ ഇങ്ങനെ ഇവിടെ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഉമ്മാക്ക്, അല്ലെങ്കിൽ സഹോദരന്മാർക്ക്, അല്ലെങ്കിൽ കൂട്ടുകാരികൾക്ക്, അല്ലെങ്കിൽ ആരൊക്കെ അറിയിക്കാൻ പറ്റുമോ ആ കാര്യങ്ങളൊക്കെ വിളിച്ചിട്ട്. ഇപ്പൊ പിന്നെ ഒന്നുകൂടി സുഖം, വാട്സപ്പ് അതൊക്കെ ആയിട്ട് അങ്ങോട്ട് അയക്കുന്നേ, എന്റെ വീട്ടിൽ ഇങ്ങനെ പ്രശ്നം, ഭർത്താവ് ഇങ്ങനെ ചെയ്തു, ഉമ്മ അങ്ങനെ പറഞ്ഞു, ഇതൊക്കെ. അതാദ്യം നിർത്തണം. സഹോദരിമാരെ, നിങ്ങളും നിങ്ങളുടെ ഭർത്താവും തമ്മിൽ വലിയൊരു എന്താ പറയാ, അണ്ടർസ്റ്റാൻഡിങ് എന്നൊക്കെ പറയില്ലേ, അതുണ്ടാവണം. നിങ്ങളുടെ ജീവിതമാണ് അത്. എപ്പോഴും മറ്റുള്ളവരെ അറിയിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു സമാധാനം ലഭിക്കാനുള്ള ഒരു നേട്ടം ഉണ്ടാവില്ല. ചില സമയങ്ങളിൽ ഒഴികെ, ചില സമയങ്ങളിൽ എന്തെങ്കിലും ഉപദേശം കേൾക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് മറ്റുള്ളവരെ അറിയിക്കേണ്ടി വരും. അല്ലാതെ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നമല്ല എങ്കിൽ പരമാവധി വീട്ടിൽ നടക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെ ഭർത്താവിന്റെയും ഭാര്യയുടെയും ഇടയിൽ നടക്കുന്നത് ആ വീട്ടിൽ തന്നെ ഒരുമിച്ച് താമസിക്കുന്ന മറ്റുള്ളവരെ പോലും അറിയിക്കാതെ രഹസ്യമായി കൊണ്ടു നടക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അവർക്ക് വിജയിക്കാൻ സാധിക്കും ദാമ്പത്യ ജീവിതത്തിൽ. അതല്ല എങ്കിൽ അഭിപ്രായങ്ങളുടെയും കമന്റുകളുടെയും എല്ലാം കേട്ട്. ഇപ്പൊ ഒരു പ്രശ്നം വെച്ചാൽ, ഒരു സ്ത്രീക്ക് വീട്ടിൽ ഭർത്താവിന്റെ ഒന്ന് പ്രശ്നം ഉണ്ടായി. ആ സ്ത്രീ ആദ്യം സ്വാഭാവികമായിട്ട് വിളിക്കുക സ്വന്തം അമ്മാന്റെ അടുത്തേക്കാവും. ഉമ്മൊരു നല്ല സ്വഭാവം കൂടി അല്ലെങ്കിൽ നശിച്ചു, നല്ലൊരു ഉപദേശം കൊടുക്കില്ല എന്നുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് കൊടുക്കുന്ന ഉപദേശം തെറ്റായി, ഇജ്ജ് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നിന്നാ മതി എന്നൊക്കെ പറഞ്ഞ അവിടെ പ്രശ്നം തീർന്നു. ഇനി അതല്ലെങ്കിൽ കൂട്ടുകാരികളോട്, ബാക്കിയുള്ളവരോട്, ഇവരെല്ലാവർക്കും ഓരോ അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഈ പെണ്ണ് എന്താ ചെയ്യുക, ഈ സ്ത്രീ എന്താ ചെയ്യുക, ഈ അഭിപ്രായങ്ങൾ കേട്ടിട്ട് ശരിയാണ് ഇങ്ങനെ നിന്നാ മതി, ഭർത്താവിന്റെ അടുത്ത് അങ്ങനെ ചെയ്യണം, ഭർത്താവിന്റെ ഉമ്മാന്റെ അടുത്ത് അങ്ങനെ ചെയ്യണം. സ്വന്തമായിട്ടൊരു ചിന്തിക്കാനോ തന്റെ ജീവിതമാണെന്നുള്ള ബോധമൊന്നും ഉണ്ടാവൂല. എന്നിട്ട് ഇവര് പറഞ്ഞതൊക്കെ ആലോചിച്ചിട്ട് ഓരോന്നോട് ചെയ്യും. അതുകൊണ്ട് വലിയ അപകടത്തിലേക്ക് എത്തുള്ളൂ. നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കഴിവിന്റെ പരമാവധി അത് രഹസ്യമാക്കി, അതായത് ഈ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും എപ്പോഴും ഹുന്ന ലിബാസും വൻതു ലിബാസുല ഹുന്ന, നിങ്ങൾ ഭർത്താക്കന്മാരും ഭാര്യമാരും പരസ്പരമുള്ള ന്യൂനതകൾ മറച്ചു വെച്ച് തന്റെ ഭർത്താവിനെ ഏറ്റവും നല്ല രീതിയിൽ ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കാനും തന്റെ ഭാര്യയെ ഏറ്റവും നല്ല രീതിയിൽ, അതായത് അവളുടെ ന്യൂനതകൾ മറച്ചു വെച്ച് ആ രീതിയിൽ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നാം ഓരോരുത്തരും പഠിക്കണം. എന്നാലേ സന്തോഷമായിട്ട് പറ്റുള്ളൂ. സ്ത്രീകളോടാണ് എന്താ പറയണത്, സ്ത്രീകളോട് പ്രത്യേകം പറയട്ടെ, നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ സ്വന്തം വീട്ടിൽ പോലും അറിയിക്കണ്ട. കാരണം നിങ്ങളുടെയും ഭർത്താവിന്റെയും അവസ്ഥയല്ല അവർക്കുണ്ടാവുക. ഒരു ഉപ്പാനും ഉമ്മാനെ സംബന്ധിച്ചിടത്തോളം മോളെ കെട്ടിച്ചു വിട്ടു, മോളെ കെട്ടിച്ചു വിട്ടു, അപ്പൊ അവിടെ എന്തെങ്കിലും ഉണ്ടായ ഉപ്പാക്കും ഉമ്മാക്കും സ്വാഭാവികമായിട്ട് അതിന്റെ ടെൻഷനും പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവരാ ബുദ്ധിമുട്ടിച്ചിട്ട് കാര്യമില്ല. ആ ഉപ്പ ഇമ്മയും ആ വീട്ടിലിരുന്നിട്ട് ഒരുപാട് പേടിക്കുക, ടെൻഷൻ ആയിരിക്കും, എന്റെ മോളവിടെ ബുദ്ധിമുട്ടാണല്ലോ, കഷ്ടപ്പെടാണല്ലോ, നമ്മുടെ ജീവിതം ഒരുപാട് ദുഷിക്കും. അത് പരമാവധി അത് രഹസ്യമായി വെക്കുക, അത് അറിയിക്കാതിരിക്കുക എന്നുള്ളത് അത് ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരിമാർ, ഈ വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് ബാങ്ക് കൊടുക്കാനായപ്പോ ഈ 6 കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതായത് നമ്മളൊരു ആമുഖമായിട്ട് നിലക്ക് പറയാണ്, ഭാര്യമാർ, നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഉത്തരവാദിത്വം, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഉമ്മാനോടാണ്. ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഭർത്താവിനോടാണ്. ഭർത്താവിന്റെ തൃപ്തി നേടി നിങ്ങൾക്ക് മരിക്കാൻ, നിങ്ങൾ ആലോചിച്ച് നോക്കി, ഭർത്താവിന് ഒരുപാട് കർമ്മങ്ങളും ഒരുപാട് കാര്യങ്ങളും ഒരു സ്ത്രീക്ക് വേണ്ട. സ്വർഗത്തിന്റെ കവാടങ്ങളിലൂടെ എല്ലാം പ്രവേശിക്കാം. നിർബന്ധമായ കർമ്മങ്ങളോടൊപ്പം ഭർത്താവിന്റെ തൃപ്തി മാത്രം മതി. ഭർത്താവിന്റെ തൃപ്തി അതുണ്ടെങ്കിൽ സ്വർഗത്തിന്റെ ഏത് കവാടത്തിലൂടെ പ്രവേശിച്ചോളാനാ പറയുന്നത്.
അതുകൊണ്ട് നാം ഗൗരവത്തിൽ സ്ത്രീകൾ മനസ്സിലാക്കുക, നമ്മുടെ പരലോക വിജയത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു കാരണം എന്നുള്ളത് നമ്മുടെ ഭർത്താക്കന്മാരായിരിക്കും. അത് മനസ്സിലാക്കണം ഓരോ സ്ത്രീയും. എന്നിട്ട് ഇബാദത്തിനെ ജീവിതത്തിലേക്ക് ബന്ധിപ്പിച്ച കുടുംബജീവിതം നന്നാക്കാൻ പറ്റും. അതുകൊണ്ട് ഈ ചെറിയ ചെറിയ അബദ്ധങ്ങൾ ശ്രദ്ധിക്കുക. അത് ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും, എല്ലാവർക്കും ഒരേപോലെ വന്നോളുന്നില്ല. ചില ആൾക്കാർക്ക് ഭാര്യയും ഉമ്മയും തമ്മിൽ ഏറ്റവും നല്ല ബന്ധത്തിലായിരിക്കും, അങ്ങനെ ഓരോ കാര്യം ഉണ്ടാവും. അപ്പൊ ഏതാണോ നമുക്ക് ആവശ്യമുള്ളത്, അതായത് ഭാര്യമാർ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഈ പ്രശ്നങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ പരിഹരിക്കാൻ ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ദർസിൽ ഇതിന്റെ കാര്യങ്ങൾ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.